ഈ 10% എപ്പോഴും ഹാട്രിക് അടിക്കണത്. വിശ്വാസത്തെ വിശ്വാസമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്, കോംപ്രമൈസ്, ഒത്തുതീർപ്പില്ലാത്തത്. ആരോടും ഒത്തുതീർപ്പില്ല. അവർ അവരുടെ ദൈവവും വേറെ ഒന്നും അവരുടെ സത്യമായിട്ട് അവർ കരുതണില്ല. ഉടമ്പടി വർക്ക് ചെയ്യണത് അങ്ങനെയാണ്. എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഉടായ്പാണ് ദൈവത്തെ അറിയാൻ പറ്റും. ഇപ്പം നിങ്ങളുടെ കാര്യം ഉടായ്പായിട്ട് മാറും. ഈ ദിവസങ്ങളിലുള്ള വേറൊരു സാക്ഷ്യം എനിക്കിഷ്ടപ്പെട്ടത് ജസ്റ്റിൻ്റെ സാക്ഷ്യമാണ്. കടപ്പക്കര, കൊല്ലം കടപ്പക്കര ജസ്റ്റിൻ്റെ സാക്ഷ്യം. അതായത് 30 വർഷമായിട്ട് 3 വർഷമായിട്ട് അദ്ദേഹം വീടില്ല. അദ്ദേഹം വീട് കിട്ടി ഉടമ്പടി, അതല്ല പ്രശ്നം. അയാൾക്ക് 42 വയസ്സുണ്ട്. വൈഫിന് കൂടെ അബോർഷൻ സംഭവിക്കുന്നുണ്ട്. 2ാമത്തെ കുഞ്ഞിന് അബോർഷനാണ്. 3, 4, 5 പ്രാവശ്യം അബോർഷൻ സംഭവിച്ചു. അപ്പോൾ അതിനുശേഷം അതേപോലെ ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് അയാൾ പറയണത്, ഈ ജീവൻ്റെ തന്തു പൊക്കിളല്ലേ, അതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് അവൾ പ്രഗ്നൻ്റ് ആയപ്പോൾ അവളുടെ പൊക്കിളിൽ കൊണ്ടുവന്ന് ഞാൻ ഉടമ്പടി തൈലം പുരട്ടി. അത് സാക്ഷ്യമാണത്. അത് ഭർത്താവിൻ്റെ സാക്ഷ്യമാണ്. ഭാര്യയുടെ പൊക്കിൾ കൊടിയിൽ ഉടമ്പടി തൈലം പുരട്ടും. ഉടമ്പടി തൈലം പുരട്ടി കഴിഞ്ഞാൽ പിന്നെ അബോർഷനില്ല, തീർന്നു. അത് ചെയ്തു. അമ്മ ആ വിഷയം ഏറ്റെടുത്തു. കാര്യം നമ്മളത് അമ്മയ്ക്ക് ഏൽപ്പിച്ചല്ല. പക്ഷേ പുരട്ടുമ്പോഴൊക്കെ നിങ്ങൾക്കറിയാം, നിങ്ങളിങ്ങനെ വെളിച്ചെണ്ണ തേച്ച് കുളിക്കാൻ പോണ പോലെ പുരട്ടരുത്. അതതിൻ്റെ ആക്ടിവേഷൻ പ്രിൻസിപ്പിളുണ്ട്. വിശ്വപ്രമാണം ചൊല്ലിയിട്ട് ദൈവത്തെ സ്നേഹിക്കണമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വിശ്വസിക്കണമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വളരെ ശ്രദ്ധിച്ചാണ് ആ വിഷയം ചെയ്യണത്. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, പിന്നെ ഡോക്ടർ പറഞ്ഞ് 8ാം മാസം ഡോക്ടർ പറഞ്ഞ് 1100 ഗ്രാമേ ഉള്ളൂ. ഇൻക്യുബേറ്ററിൽ നേരത്തെ ഓപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് ഇൻക്യുബേറ്ററിൽ വെക്കേണ്ടി വരുമെന്ന് പറഞ്ഞ്. ഭയങ്കര 1.5-2 ലക്ഷം രൂപയാവും ഇൻക്യുബേറ്ററിൽ വെച്ച് കൊച്ചിനെ വളർത്തിക്കഴിഞ്ഞാലേ വെയിറ്റ് വെപ്പിച്ചെടുത്താൽ. അപ്പോൾ ഇവൻ പറയും, അതൊന്നുമില്ല ഡോക്ടറെ, കൊച്ചിന് ആ സമയമാകുമ്പോൾ വെയിറ്റ് വെക്കുള്ളൂ. എൻ്റെ മനസ്സിലെന്തായിരിക്കണത്, അമ്മ അതിന് വെയിറ്റ് വെപ്പിച്ചുള്ളൂ എന്നാണ്. പിന്നെ ഒരാഴ്ചക്കുള്ളിൽ 2,800 പെട്ടെന്ന് പ്രസവിച്ചു. ആ കറക്റ്റ് 10 മാസം ആയപ്പോൾ ആൾ പ്രസവിച്ചു. നല്ല ഉഗ്രൻ കുഞ്ഞ്. അതായത് ഈ വിശ്വാസ യാത്രയാണിത്. ഒരപ്പൻ്റെ വിശ്വാസ യാത്രയാണ്. സ്വന്തം ജീവിത പങ്കാളിയുമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ടുള്ള അപ്പൻ്റെ. ഇതൊക്കെ ചെറുപ്പക്കാരാണെന്ന് മനസ്സിലാക്കണം. ചെറുപ്പക്കാരൊക്കെ ഇന്ന് എത്രയോ സുന്ദരമായ രീതിയിലാണ് അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ വിശ്വാസത്തെ ഉടമ്പടി വഴി ആപ്ലിക്കേറ്റ് ചെയ്യണത്. നമ്മളെ ഞെട്ടിച്ച് കളയും. അതുകൊണ്ട് ഞാനീ പറഞ്ഞ സാക്ഷ്യങ്ങളെല്ലാം നോക്കുക. ഇതെല്ലാം ഒരു സാധാരണ മനുഷ്യരുടെ സാക്ഷ്യങ്ങളാണ്. സാധാരണ മനുഷ്യരെ എത്ര വിശ്വാസത്തോടു കൂടിയാണ് ഉടമ്പടിയെ ആക്ടിവേറ്റ് ചെയ്യണത്, ദൈവം അവരോട് സത്യസന്ധമായിട്ട് ഇൻട്രാക്ട് ചെയ്യണത്. അതിന് ഇവൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇവന് പൊക്കിൾക്കൊടിയിലൊക്കെ കൊണ്ടുപോയി ഉടമ്പടി തൈലം പൂശുമ്പോഴേ ദൈവം അത് ഏറ്റെടുക്കാൻ കാരണമുണ്ട്. അവൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇന്നലെ പറഞ്ഞ കാര്യം, ഞാൻ ഈ പത്രം കൊടുക്കുമ്പോഴല്ലോ ഞാൻ നോക്കും ഈ പത്രം ആർക്കാണ് കിട്ടണത്. എനിക്കൊരു നിർബന്ധമുണ്ട്, കർത്താവിനെ അറിയാത്തവരാണോ എന്ന് അറിയണം. അറിയാത്തവരാണെങ്കിൽ മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ എന്നാണ്. അതാണ് വിഷയം. കർത്താവിനെ അറിയാത്തവരാണെന്ന് ഞാൻ ഉറപ്പ് വരുത്തിയിട്ടാണ് ഈ പത്രം പ്രാർത്ഥിച്ച് കൊടുക്കണത്. അവർ കർത്താവിനെ അറിയാൻ വേണ്ടി. ഇങ്ങനെയുള്ളവർ ദൈവം അറിയാതിരിക്കുമോ? ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ, സത്യസന്ധമായി ഇതുപോലെ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്താൽ നിങ്ങളൊരു ഫ്രഷ് ഹാൻഡ് ആണെങ്കിൽ പോലും, ആദ്യമായിട്ടും ഈശ്വരനെ അറിയുന്നവരാണെങ്കിൽ പോലും, കർത്താവ് നിങ്ങളോട് ഉടമ്പടിയിലൂടെ മറുപടി പറയും. പല ആൾക്കാരുടെ ഉടമ്പടി ലാഗ് ചെയ്യണത് പകുതി ചെയ്ത് ഈ വവ്വാല് ചപ്പണ പോലെ ഉടമ്പടി എടുത്തിട്ടാണ്. വവ്വാല് ചപ്പണ വാങ്ങാൻ കണ്ടിട്ടുണ്ടല്ലോ, പകുതി ചപ്പുമ്പോൾ തന്നെ അത് ഒടിഞ്ഞ് താഴെ വീഴും. പിന്നെ നോക്കുമ്പോൾ പകുതി ചപ്പിയിരിക്കണ കാണാം. പകുതി ചപ്പി ഉടമ്പടിയാണ് പല ആൾക്കാരുടെയും. വവ്വാല് ചപ്പി ഉടമ്പടി എന്ന് പറയും. എന്താ കാര്യം വെച്ചാൽ ഇവർ പകുതി ചെയ്യും, ചിലത് ചെയ്യും, ചിലത് ചെയ്യത്തില്ല, ചിലത് ഭംഗിയായിട്ട് ചെയ്യും, ചിലത് ചെയ്തെന്ന് ഒപ്പിച്ചു വരത്തും. അങ്ങനെ പോയ ഉടമ്പടികളാണ്. ഇതെല്ലാം നിങ്ങൾക്ക് രണ്ടാമത് സമ്പൂർണ്ണമായിട്ട് ദൈവസ്നേഹത്തോടുകൂടി ചെയ്യാനുള്ള അഭിഷേകത്തിനായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഉടമ്പടി നിബന്ധനകൾ ദൈവസ്നേഹത്തോടെ വിശ്വസ്തയോടെ ചെയ്യാനുള്ള അഭിഷേകം ഈ ആരാധനയോടെ ഞങ്ങൾക്ക് നൽകണമേ. ഈശോ ലോകത്തിന് കൊടുക്കുവാൻ ഞങ്ങളെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന.
ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആദ്യം എൻ്റെ മക്കൾ പ്രാർത്ഥിക്കേണ്ടത് കർത്താവിന് കൈമാറാനുള്ള സുവിശേഷത്തിൻ്റെ സ്വർഗത്തിൻ്റെ ഉപകരണമായി നിങ്ങളെ മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സ്വർഗത്തിന്റെ ഉപകരണമായി എന്നെ അഭിഷേകം ചെയ്യണമേ. അങ്ങേ അറിയാത്തവരെ അറിയിക്കുവാൻ, അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാൻ, ദൈവസ്നേഹത്തോടെ പ്രവർത്തിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം നമ്മൾ സജ്ജിയായാലും ആരായാലും അവിടെ വില എങ്ങനെയാണ് അവർ കൂട്ടിയത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ ഞാൻ എക്സ്പോർട്ട് ക്വാളിറ്റി ആക്കും എന്നാണ് ഈശോ പറഞ്ഞത്. സ്വർഗീയ വിനിമയത്തിനായി ഞാൻ ഒരുക്കി വെക്കും. അതിൻ്റെ വില കൂടിയെന്ന് എൻ്റെ അർത്ഥം. അപ്പോൾ കൈമാറ്റത്തിലൂടെയും മറ്റു മുമ്പിൽ യേശുവിനെ ഏറ്റുപറയുന്നതിലൂടെയുമാണ് നമ്മൾ യേശുവിനെ ഏറ്റുപറയാത്ത ഒരു പ്രവർത്തനങ്ങളിലും ദൈവത്തിന് യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല. സഭയിലൊക്കെ എന്തുമാത്രം സാമൂഹ്യ പ്രവർത്തനം നടക്കുന്നതാണ്. പക്ഷെ അതിലൊന്നും യേശുവിനെ അവർ ഏറ്റുപറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പല പ്രവർത്തനങ്ങളിലും ചില അച്ഛന്മാർ ലോഹ ഒരിക്കലും ഉപയോഗിക്കാറില്ല. നിങ്ങളുടെ വീടുകളിലൊക്കെ വരും ഇടവകാർ ലോഹയൊക്കെ ഇടാതെ. അങ്ങനെ ബുദ്ധിമുട്ടാണ് യേശുവിനെ അത് ഏറ്റുപറയാൻ. അവരങ്ങനെയുള്ളവർ നിങ്ങൾ സ്വീകരിക്കേണ്ട ഒരു കാര്യമില്ല. എന്താ കാര്യം? അവരോട് പറയണം, ഇത് ഈ വസ്ത്രമൊക്കെ ഇട്ടിരിക്കുന്നത് കർത്താവിനെ ഏറ്റുപറയാൻ വേണ്ടിയാണ്. നിങ്ങൾക്കത് പേടിയാണ്, അതാ പ്രശ്നം. ഞങ്ങളുടെ മുമ്പിൽ അവർക്ക് ഞാൻ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനാണെന്ന് അറിയിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, മാനസിക ബുദ്ധിമുട്ട്. അവർക്ക് അവരുടെ സ്വാതന്ത്ര്യമില്ല. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങളെ വിശ്വാസികളാകുമ്പോൾ അതൊരു കാര്യമില്ല. അങ്ങനെയുള്ള ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിൽ നിരക്കാത്ത കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഓർക്കും ലോകയിലാണ് അച്ഛൻ ഇരിക്കണമെന്ന്. അങ്ങനെയല്ല. അച്ഛനെന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ഒരു അടയാളമായിട്ട് ഒരു വിശുദ്ധ വസ്ത്രം കൊടുത്തിട്ടുണ്ട്. അത് മാനിച്ച് ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് ക്രിസ്തുവിനെയാണ് അവർ കൈമാറണത്. അല്ലെങ്കിൽ പാൻസും കോട്ടുകൊണ്ട് ജോലി ചെയ്യാൻ ആർക്കാൻ പറ്റാത്തത്? അത് ക്രിസ്തുവിനെ കൈമാറണം എന്താ ഉറപ്പിരിക്കണത്? അവരവിടെ തന്നെ കൈമാറി ചിലപ്പോൾ ലക്ഷണം കൊടുക്കുമായിരിക്കും, പക്ഷെ കഥയില്ല. അപ്പോൾ മനുഷ്യരുടെ മുമ്പിൽ എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ നാമത്തിൽ കൊടുക്കണം. ക്രിസ്തു മഹത്വപ്പെടണം മക്കളെ. ഉടമ്പടിയിലെ ആത്യന്തികമായ ലക്ഷ്യം അതാണ്. അതിപ്പോൾ ഓരോരുത്തരെയും കണ്ടില്ലേ നിങ്ങൾ? ആ സാക്ഷ്യം പറഞ്ഞ ഓരോരുത്തരെയും അവരുടെ ജീവിതത്തിൽ വിശേഷ വിദ്യയായി അവർ ക്രിസ്തുവിനെ ഏറ്റുപറയുമ്പോൾ തീർച്ചയായിട്ടും അവർ മഹത്വപ്പെടുത്തുന്ന കർത്താവിനെ മഹത്വപ്പെടുത്തിയാൽ എന്താ സംഭവിക്കണത്? ദൈവം നമ്മളെയും മഹത്വപ്പെടുത്തും. അത് അങ്ങോട്ടുള്ള ഒരു ഉഭയകക്ഷി ഇടപെടലാണ്. ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തിയാൽ ദൈവം നമ്മളെയും മഹത്വപ്പെടുത്തും. പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി, അതിനാൽ ആകയാൽ അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. ഈശോ പ്രവർത്തിച്ചതല്ലേ? അപ്പോൾ ഈ ഭൂമിയിൽ മഹത്വപ്പെടുന്നത് എന്താണ്? മനുഷ്യരുടെ മുമ്പിൽ കർത്താവിനെ ഏറ്റുപറയുന്നതിലൂടെയാണ്. ഉടമ്പടിയിൽ ഒത്തിരിയേറെ അവസരങ്ങളാണ്. അല്ലാതെ നിങ്ങളെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന മാത്രം ചെല്ലി ഇട്ടത്തെ കുത്തി ഇരുന്ന് പിച്ചുപയും പറഞ്ഞ് ഇരിക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം അത് ദൈവത്തിന് വേണ്ടി ദൈവസ്നേഹത്തോടെ പ്രവർത്തിക്കുന്ന സുവിശേഷത്തിൻ്റെ സാക്ഷികളാക്കി തീർക്കുന്ന ഈ കാലഘട്ടങ്ങളിലെ ദൈവിക നടപടിക്രമവും പദ്ധതിയും സ്വർഗത്തിൻ്റെ പദ്ധതിയുമാണ് ഉടമ്പടി. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഉടമ്പടി എന്ന വലിയ പദ്ധതിയിൽ ഞങ്ങളെ പങ്കാളികളാക്കി അവിടുത്തെ ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ അഭിഷേക ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കുക. രോഗസൗഖ്യ പ്രാർത്ഥന ആരംഭിക്കുന്ന സമയമാണ്. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് ഓരോ സമയത്ത് നിങ്ങളെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം. രോഗമുള്ളിടത്ത് കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന
കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. ശ്രുതിക്കട്ടെ മക്കളെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ തിരുമുറുപാടുന്ന വലത്ത് കരാം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണേ പ്രാർത്ഥിക്കുന്ന സന്ധിബന്ധങ്ങളിലും മാംസപെശുകളിലും രക്തഞരമ്പുകളിലും ശരീരകോശങ്ങളിലും ആന്തരിക അവയവങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പെശുകളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. മാർഗരോഗങ്ങൾ, തീരാവ്യാധികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈ ആരാധനയിലൂടെ യേശുനാമം മഹത്വപ്പെടുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മണ്ഡലങ്ങളിൽ നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഈ ആഴ്ചയിൽ ഉടമ്പടി എടുത്തവരും എടുക്കാൻ പോകുന്നവരും അവിടെ ജീവിത മണ്ഡലങ്ങളിലെല്ലാം അവർക്ക് വീഞ്ഞില്ല എന്ന് കണ്ണീരോടെ എന്ന വിശ്വാസത്തോടെ ഈശോയോട് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ ദൈവിക മാധ്യസ്ഥത്തിലാണ് ഉടമ്പടി പുലരുന്നത്. അമ്മയെ പരിശുദ്ധ അമ്മ ജോലിയില്ലാത്തവർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ശ്രുതികളെ മക്കളെ, അമ്മയെ പരിശുദ്ധമേ വീടില്ലാത്തവർ പ്രാർത്ഥിക്കുന്ന, വിസ ലഭിക്കാത്തവർ പ്രാർത്ഥിക്കുന്ന, പരീക്ഷ തോക്കുന്നവർ പ്രാർത്ഥിക്കുന്ന, പരീക്ഷ എഴുതാൻ പോകുന്നവർ, ഇൻ്റർവ്യൂ അഭിമുഖീകരിക്കുന്നവർ, യാത്ര ചെയ്യാൻ പോകുന്നവർ, വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ, വിദേശ യാത്രയ്ക്ക് കുടുങ്ങിപ്പോയവർ, ജയിലകപ്പെട്ട മക്കൾ, പലതരത്തിലുള്ള സാമ്പത്തിക തടസ്സങ്ങളുള്ളവർ, വീട്ട് തടസ്സങ്ങളുള്ളവർ, കർത്താവ് അവരിപ്പോൾ കണ്ണീരിലൂടെ ഞങ്ങളുടെ തിരുസേനയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൈവമേ, എൻ്റെ കർത്താവ് കുഞ്ഞുങ്ങളില്ലാത്ത പ്രാർത്ഥിക്കുന്നുണ്ട്, വിവാഹമൊത്തവരത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് പലതരത്തിലുള്ള ഡൈവേഴ്സ് അവൻ്റെ വക്കിലെത്തിക്കുന്നവരും അതിൻ്റെ കേസ് നടക്കുന്നവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ തിരുമനസ് സ്വീകരിക്കാൻ അവിടെ മനസ്സൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണ ചൊരിയട്ടെ, ദൈവത്തിൻ്റെ കണ്ണ ചൊരിയട്ടെ. കർത്താവ് വരുമാനം മുട്ടിപ്പോയവർ ചെയ്തവരുകൊണ്ടിരിക്കുന്ന വരുമാനം മാർഗമില്ലാതെ വിഷമിക്കുന്നവരെ, കർത്താവ് വീടില്ലാത്തവരെ, എല്ലാ തരത്തിലും വിഷമം അനുഭവിക്കുന്ന കർത്താവ് കണ്ണിലൂടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം അവരെല്ലാം കർത്താവിൻ്റെ കണ്ണ ചൊരിയട്ടെ പ്രാർത്ഥിക്കുന്ന. ദൈവത്തിൻ്റെ കൃപ ചൊരിയുടെ കർത്താവ് ഭർത്താവ് മരിച്ചുപോയവർ, ജീവിത പങ്കാളി മരിച്ചുപോയവർ, അകന്ന് താമസിക്കുന്നവർ, മക്കളില്ലാത്തവർ, മക്കൾക്ക് അപകടം പറ്റിയവർ, കർത്താവ് പലതരത്തിലുള്ള വിഷമം അനുഭവിക്കുന്നവർ കണ്ണിലൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് നിരപരിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന കർത്താവ്. പലതരത്തിലുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളുടെ കേസുള്ളവർ, കർത്താവ് തടസ്സങ്ങളുള്ളവർ, കർത്താവ് ലോൺ കിട്ടാത്തവർ, കർത്താവ് അവരെല്ലാം പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവമേ, എന്ത് ചെയ്യണം, ആര് സഹായിക്കുമെന്ന് അറിയാൻ പാടില്ലാത്ത കർത്താവ് വിഷമിക്കുന്ന മക്കൾ കണ്ണിലൂടെ പ്രാർത്ഥിക്കുന്ന. ദൈവത്തിൻ്റെ കരുണ ചെരുവിൻ്റെ ശ്രുതികട ഹല്ലേലൂയ. എല്ലാ ജീവിത ദുരിതങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഈശോയെ നിന്റെ നാമം ഈ ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. മഹത്വം. മുട്ടിൽ നിന്ന് മൗനമായി പ്രാർത്ഥിക്കട്ടെ. മുട്ടിൽ നിന്ന് മൗനമായി പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥനയിൽ വിളിച്ചു പറയാത്ത വിഷയങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കട്ടെ. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കട്ടെ.